Hello everyone, welcome to the Women of Honor series. ഇന്നത്തെ ഒരു നല്ല ദിവസം എല്ലാവർക്കും നേരുകയാണ്. ഒരു നല്ല ശുഭദിനം നേരുന്നു. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ചെറിയൊരു വീഡിയോ ബൈബിൾ ബേസ്ഡ് ആയിട്ട് ചെയ്യാമെന്ന് വിശ്വസിക്കുകയാണ്. അതിന് ആദ്യമായിട്ട് ആ വാക്യത്തെ പറയുന്നതിന് മുമ്പായി ആ വാക്യം കൊണ്ടുള്ള ഒരു 2 ലൈൻ പാട്ട് ഞാൻ പാടുകയാണ്. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു, എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. നിർണയമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹമറിഞ്ഞവർക്കും എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. പ്രതികൂലങ്ങൾ ഏറെയെന്നാൽ അനുകൂലമായ യേശുവുണ്ട്. പതറുകില്ല, തളരുകില്ല, സ്വർഗകനാനിലെത്തിടും ഞാൻ. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു, എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണെന്ന് എനിക്കറിയാം. ഇപ്പോൾ ഇത് റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തെ ബേസ് ചെയ്തുള്ള ഒരു സോങ്ങാണത്. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല കാര്യങ്ങളും സംഭവിക്കാറുണ്ട്, ചിലപ്പോൾ മോശം കാര്യങ്ങളും സംഭവിക്കാറുണ്ട്. അതിനെ നമ്മൾ നന്മയെന്നും തിന്മയെന്നും വേർതിരിക്കുന്നു. അതിൽ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു നല്ല ജോലി ലഭിക്കുന്ന, വീട് പണിയുന്ന, കാർ വാങ്ങിക്കുന്നത്, നല്ലൊരു വിവാഹം കഴിയുന്നത്, അതുപോലെ തന്നെ മക്കൾ നല്ല സ്റ്റാറ്റസിലെത്തുന്നത്, നമ്മൾക്ക് തന്നെ നല്ല പ്രൊമോഷൻസൊക്കെ ലഭിക്കുന്നത്, അങ്ങനെ നമ്മുടെ വരുമാനം വർദ്ധിക്കും. ഇതെല്ലാം നമ്മൾ നന്മയാക്കി കണക്കാക്കി വിളിക്കുന്നു. അതേസമയം തിന്മകളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. അതായത് പ്രതീക്ഷിക്കാത്ത ചില ദുഃഖങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ വേർപാടായിരിക്കാം, പെട്ടെന്നുള്ള രോഗങ്ങളായിരിക്കാം, ബിസിനസ് തകർച്ചകളായിരിക്കാം, വിട്ടുമാറാത്ത കഠിനമായ രോഗങ്ങളായിരിക്കാം, അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിലുള്ള തകർച്ചകൾ, അതുപോലെ തന്നെ നമ്മൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ആക്സിഡൻറ്റുകൾ, ജോലി നഷ്ടപ്പെടുന്നത്, മക്കളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, തോൽവികൾ, അങ്ങനെ പലവിധമായ സംഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. എല്ലാവർക്കും ഒന്നുപോലെയല്ല. ചിലർക്ക് വലിയ ദുരന്തങ്ങളൊക്കെ സംഭവിക്കും, ചിലർക്ക് ചില അത്ര കഠിനമല്ലാത്ത ദോഷങ്ങളും സംഭവിക്കാറുണ്ട്. എന്നാൽ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ നമ്മൾ രണ്ടായി വേർതിരിക്കുമ്പോൾ ദുരന്തങ്ങളെന്നും അതുപോലെ നന്മയെന്നൊക്കെ നമ്മൾ പറയുകയും ചെയ്യുന്നു. അത് ജീവിതത്തെ ഉലയ്ക്കുക, നമുക്ക് മോശമായ ഈ കാര്യമായി തന്നെ ഇരിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് പറയുമ്പോൾ പെട്ടെന്നുള്ള ഒരു മരണം, കുടുംബനാഥൻ്റെ വേർപാട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അതൊരിക്കലും നമുക്ക് നന്മയാണെന്ന് പറയുവാനായിട്ട് സാധിക്കുന്നതല്ല. ചിലപ്പോൾ നമ്മൾ തന്നെ എടുക്കുന്ന ചില തെറ്റായ തീരുമാനങ്ങൾ നിമിത്തവും ജീവിതത്തിൽ തിന്മകൾ വന്ന് ഭവിക്കാറുണ്ട്. എന്നാൽ നമുക്കറിയാം, ദൈവം എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്നാണ് നമ്മൾ ആ വചനത്തിൽ കേട്ടത്. 8-ാം അധ്യായം 28-ാം വാക്യം റോമാലേഖനം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ദൈവം സകലതും നല്ലതെന്ന് കണ്ട് ലോകത്തെ സൃഷ്ടിച്ചു, മനുഷ്യനെയും തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിൽ ആക്കിയെന്ന് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നു. എന്നാൽ സാത്താൻ്റെ കടന്നുവരവോടുകൂടി പാപവും ലോകത്തിലേക്ക് കടന്നുവെന്നും എന്ന് നമുക്കറിയാം. അത് പിന്നീട് അനുസരണക്കേടായി അസൂയ, കൊലപാതകം, ചതി, വഞ്ചന തുടങ്ങി മനുഷ്യരാശിയെ തന്നെ
ഇന്ന് കാണുന്ന ഈ ഒരു രൂപത്തിലേക്ക് കൊണ്ടുചെന്നാക്കിയെന്നുള്ളതാണ് സത്യാവസ്ഥ. ഏത് സാഹചര്യത്തിലായിരുന്നാലും ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അതിൻ്റെ സമാപ്തി അവൻ നന്മയ്ക്കായി മാറ്റുന്നുവെന്നാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് ഈ വാക്യത്തിൽ കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു ദുരന്തത്തെ നമുക്ക് നല്ലതായിട്ട് കാണുവാൻ സാധിക്കില്ല. എന്നാൽ നാം ഇന്ന് ഒരു യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു ക്രിസ്തീയ വിശ്വാസി ഏത് പെർസ്പെക്റ്റീവിലാണ് ഈ നമ്മളുടെ കാര്യങ്ങളെ കാണേണ്ടതെന്നാണ് നാം ചിന്തിക്കുന്നത്. തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എന്ന് പ്രത്യേകമായിട്ട് പൗലോസ് ഇവിടെ എടുത്തു പറയുന്നു. അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തിൽ തനിക്കുണ്ടായ പ്രശ്നങ്ങളെ ഏത് വിധത്തിലാണ് കാണുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോസ്തലൻ അതിനെ ക്രിസ്തുവിൽ അത് ഏറ്റവും അവസാനം നന്മയായിട്ട് കൂടി വ്യാപരിക്കുന്നു എന്ന ചിന്തയിലേക്കാണ് നമ്മെ കൊണ്ടുവരുന്നത്. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നന്മയ്ക്കായിട്ടെല്ലാം സംഭവിച്ചെന്ന് പറയുവാൻ സാധിക്കുന്നുണ്ടോ? മോശം കാര്യങ്ങൾ മോശം തന്നെയാണ്. ഉദാഹരണത്തിന് പറയുമ്പോൾ നമുക്കറിയാം വേർപാടിൻ്റെ ദുഃഖം. ഒരു പ്രിയപ്പെട്ട ഒരാൾ പെട്ടെന്ന് മരിച്ചു പോകുന്നതിന് ഒരിക്കലും നല്ല കാര്യമായിട്ട് പറയാൻ സാധിക്കുന്ന കാര്യമല്ല. അത് മോശം തന്നെയാണ്. അതുപോലെ തന്നെ വഞ്ചിക്കപ്പെടുന്നത് തിന്മ തന്നെയാണ്. ഇങ്ങനെ പലർക്കും പല മോശ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അതൊക്കെയും തിന്മ തന്നെയാണ്. അപ്പോൾ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് അപ്പോസ്തലൻ പറയുമ്പോൾ അതെങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്? കഷ്ടതകൾ തന്നെയാണെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം ഒരു ഡിവൈൻ പ്രോമിസായിട്ട് ഈ വാക്യം നമ്മൾ എടുക്കേണ്ടതാണ്. അതായത് എൻ്റെ ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാൽ അതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എൻ്റെ നന്മയ്ക്കായി ദൈവം കൊണ്ടുവരുമെന്ന് പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കണം. നമ്മൾ കഷ്ടം വരുമ്പോൾ പലപ്പോഴും അറിയാതെ തന്നെ പല അവസരങ്ങളിലും ദൈവമേ നീ ഇതൊന്നും കാണുന്നില്ലേ എന്ന് ചോദിച്ചിട്ടുള്ള അവസരങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. ദൈവം കാണുന്നില്ലേ എന്ന് നമ്മൾ ചോദിക്കുന്നു. എന്നാൽ എല്ലാം കാണുന്ന ദൈവമാണെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വളരെ ഒരു പ്രോമിസായിട്ട് നമ്മളതിനെ കാണുമ്പോൾ ഏറ്റവും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അത് കടന്നു വരുന്ന സകല വിഷയങ്ങളിന്മേലും ദൈവം പ്രവർത്തിക്കുന്നുവെന്നും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല, നമ്മുടെ നന്മയ്ക്കായി ദൈവം സജീവമായി പ്രവർത്തിക്കുന്നുവെന്ന് നമ്മൾ വിശ്വസിക്കണം. രണ്ടാമതായി ഇത് ആർക്ക് വേണ്ടിയാണ് ദൈവം പറയുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ നിർണയപ്രകാരം വിളിച്ച് വേർതിരിച്ചപ്പെട്ടവർക്ക് തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. അതായത് ഹു ആർ കോൾഡ് അക്കോർഡിംഗ്ലി ടു ഹിസ് പർപ്പസ്. ദൈവവിളിയുള്ളവർക്കാണ് അങ്ങനെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത്. നമ്മൾ ബൈബിളിൽ ഉദാഹരണമായി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഏതാനും വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിറയെ പേരുണ്ട്. അതിൽ ഏതാനും പേരുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായി യഹൂദ ബാലന്മാരായ ശദ്രക്ക്, മേശക്ക്, അബേനഗോ, ദാനിയേൽ തുടങ്ങിയ ഇസ്രായേലിൽ നിന്നും യഹൂദയിൽ നിന്നും പിടിച്ചുകൊണ്ട് ബാബിലോണിലേക്ക് കൊണ്ടുപോയ അടിമയായി കൊണ്ടുപോയ ആ ബാലന്മാരുടെ, അതായത് യൗവനത്തിലേക്ക് എത്തി നിൽക്കുന്നതായ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് നോക്കിയാൽ അവർ ഒരിക്കലും അവർക്കത് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് പ്രയാസമാണ്. കാരണം അവരുടെ ഒരു പ്രശ്നങ്ങൾ കൊണ്ടോ അല്ല അവരുടെ കുറ്റം കൊണ്ടോ അല്ല അവർക്ക് ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചത്. നെബൂഖദ്നേസർ രാജാവ്, ബാബിലോണിൻ്റെ ചക്രവർത്തിയായിരുന്ന രാജാവ് ഈജിപ്തിൽ യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ച് പോകുമ്പോൾ യഹൂദ എന്ന ചെറിയ രാജ്യത്തെ വളയുകയും അവിടെയുള്ള പട്ടണത്തിൻ്റെ, അതായത് ജെറുസലേമിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയും അവിടെ ചെന്ന് ദേവാലയത്തിൽ ശലോമോൻ നിർമ്മിച്ചതായ ആ ദേവാലയത്തിൽ കടന്ന് അവിടെ വിലപിടിപ്പുള്ളതായ സ്വർണം, അതുപോലെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള എല്ലാ സാമഗ്രികളും അദ്ദേഹം കൈവശപ്പെടുത്തുകയും ബാബിലോണിലേക്ക് കൊണ്ടുപോയതായിട്ട് നമുക്കറിയാം. അങ്ങനെ ഇതൊക്കെ കീഴ്പ്പെടുത്തുന്ന സമയത്ത് രാജാവിന് പോലെ, യഹൂദയുടെ രാജാവിന് വെറുതെ നോക്കി നിൽക്കുവാനല്ലാതെ ഒന്നും പ്രതികരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എതിർക്കുവാനോ സാധിച്ചില്ല എന്നുള്ള. അപ്പോൾ അവർ റോയലായിട്ടുള്ള അതുപോലെ കുലീനരായ ഏതാനും ബാലന്മാരെയും യൗവനക്കാരായ കുറച്ച് പേരെയും കൂട്ടി അവരുടെ അടിമകളാക്കി ബാബേലിലേക്ക് കൊണ്ടുപോയായിട്ട് നാം ബൈബിളിൽ വായിക്കുന്നു.
അങ്ങനെ പെട്ടുപോയതായ പല ബാലന്മാരിൽ 4 പേരുടെ പേരാണ് ഇവിടെ എടുത്തു പറഞ്ഞത്. അവർക്ക് അവരുടെ രാജാവിനോ അല്ലെ അവരുടെ കുടുംബത്തിനോ അല്ലെ അവരുടെ സ്വന്തക്കാർക്കൊന്നും അവരെ രക്ഷിക്കുവാൻ സാധിച്ചില്ല. അവരങ്ങനെ അടിമകളായി ബാബേലിൽ ചെല്ലുന്നു. ബാബേലിലെ രാജകൊട്ടാരത്തിൽ അവരെ പ്രത്യേകമായ ശിക്ഷണവും ഒക്കെ കൊടുക്കുന്നു. ആദ്യമായിട്ട് അവർക്ക് അവരുടെ പേരുകളെ മാറ്റുന്നു. അതായത് യഹോവയുടെ നാമത്തിലുണ്ടായിരുന്ന പേരുകളെല്ലാം മാറ്റി ബാലിൻ്റെ നാമത്തിലുള്ള പേരുകൾ 4 പേർക്കും നൽകുന്നു. അങ്ങനെ അവരുടെ ഐഡൻറ്റിറ്റി തന്നെ മാറിപ്പോകുന്നു. പിന്നീട് അവരുടെ ഭാഷ, അവരുടെ ഭക്ഷണം, അവരുടെ വസ്ത്രധാരണം, അവരുടെ ജീവിത രീതി എല്ലാത്തിനും അവർക്ക് അവരുടെ ദൈവത്തെ വർഷിപ്പ് ചെയ്യാൻ പോലും കഷ്ടമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ അവർക്ക് പ്രത്യേകമായ ഭക്ഷണം കൊടുക്കുന്നു. അവരുടെ ആഗ്രഹപ്രകാരം അല്ല, അവരുടെ റിക്വസ്റ്റ് പ്രകാരം അവർക്ക് വെജിറ്റേറിയൻ ഫുഡ് മതി എന്ന് പറയുമ്പോൾ അതൊക്കെ കഴിച്ച് അവരുടെ ബാബിലോണിയരുടെ അതായ അവരുടെ കാര്യങ്ങളൊക്കെയും പഠിച്ച് അതിലൊക്കെയും വിദഗ്ധരായി മാറുന്നതായിട്ട് നമുക്കറിയാം. എന്നാൽ ഒരിക്കലും രാജാവ് ഒരു വലിയ ബിംബം ഉണ്ടാക്കിച്ചിട്ട് 30 ദിവസം അതിനെ അല്ലാതെ വേറെ ആരെയും വർഷിപ്പ് ചെയ്യുന്നവർ തീക്കുഴിയിൽ ഇട്ട് കളയണമെന്ന്, അതായത് അഗ്നികുണ്ഡത്തിൽ ഇടണമെന്നുള്ള കൽപ്പന ഇറക്കുകയാണ്. അപ്പോൾ ഈ നെബൂഖദ്നേസർ രാജാവ് ഈ അടുത്ത് അവരുടെ രാജകൊട്ടാരത്തിലുള്ള ഏതാനും പേര് ഈ ബാലന്മാർ യഹോവയാണ് വർഷിപ്പ് ചെയ്യുന്നതെന്നും ആ വിഗ്രഹത്തെ അവർ കുമ്പിടുന്നില്ല എന്നും രാജാവിനെ അറിയിക്കുകയും രാജാവ് അവർക്ക് കൽപ്പന കൊടുക്കുന്നു. അദ്ദേഹത്തിന് ഏൽപ്പിച്ചിരുന്ന കൽപ്പന പ്രകാരം അവരെ തീക്കുണ്ഡത്തിലേക്ക് എറിയുകയാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ 3 പേരെ തീക്കുണ്ഡത്തിലിടുമ്പോൾ 4-മനായി ദൈവത്തിൻ്റെ ദൂതൻ അവരുടെ മധ്യത്തിൽ ഇറങ്ങി വന്നു. അവരെ രക്ഷിക്കുക, അവർക്കൊന്നും സംഭവിക്കാതെ അവരുടെ രോമത്തിന് പോലും ഒരു ബേണിങ് സ്മെല്ല് പോലും വരാതെ അവരെ കാത്തായിട്ട് നമുക്കറിയാം. അങ്ങനെ അവരെ ദൈവം രക്ഷിച്ചു. നെബൂഖദ്നേസർ രാജാവ് തന്നെ യഹോവ ജീവനുള്ള ദൈവമെന്ന് തിരിച്ചറിയുന്നതായിട്ട് നമുക്കറിയാൻ സാധിക്കും. അതേപോലെ തന്നെ ദാനിയേലിനെ സിംഹക്കുഴിയിൽ എറിഞ്ഞത് നമുക്കറിയാം. സിംഹങ്ങളുടെ വായ അടച്ച ദൈവം ദാനിയേലിന് ഒരു പ്രശ്നവും വരുത്താതെ അവരെ കാത്തതായിട്ടും നമ്മൾ വായിക്കുന്നു. അതേസമയം തന്നെ നമുക്കറിയാം പിന്നീട് അവരെ ദൈവം വലിയ പദവികളിലേക്ക് ഉയർത്തിയതായിട്ടും അവരെ രാജ്യത്ത് തന്നെ വലിയ പ്രമുഖരായി മാറുകയും അതുപോലെ ദാനിയേൽ 2-3 രാജാക്കന്മാരുടെ കീഴിൽ മന്ത്രിയായും പല പദവികളിലിരുന്ന് രാജ്യം ഭരിച്ചതായിട്ടൊക്കെയും നമ്മൾ കാണുന്നു. അപ്പോൾ അവർക്ക് ആദ്യം സംഭവിച്ചത് അവർക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റുമതെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് അവർ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ദൈവശക്തിയിലും ദൈവത്തിൻ്റെ നടത്തിപ്പിലും വിശ്വസിച്ചിട്ട് ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് മനസ്സിലായി അവരുടെ ജീവിതം നമ്മൾക്ക് വായിക്കുവാൻ സാധിക്കുന്ന എന്താണ്, എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിച്ചു എന്നാണ്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അനേകരുടെ കാര്യങ്ങൾ പറയുവാനുണ്ട്. സമയക്കുറവുണ്ട്, വീഡിയോ നീണ്ടു പോകുന്നതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. 1 തെസ്സലോനിക്ക ലേഖനം 5:16-17 പോൾ പറയുന്നത്, നമ്മൾ ട്രസ്റ്റ് ഗോഡ്, മൂവ് ഫ്രം ഫിയർ ടു ഫെയ്ത്ത്, ഇൻ എവറിത്തിങ് ഗീവ് താങ്ക്സ്. നമ്മളെല്ലാത്തിനും സ്തോത്രം ചെയ്യാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അത് ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് പീഡനം ഏൽക്കുന്നവർക്ക് അപ്പോസ്തലൻ ഈ ദൈവത്തിൽ വിശ്വസിക്കുവാനും ഭയത്തിൽ നിന്നും മാറി നമ്മൾ ഫെയ്ത്തിലേക്ക് വരുവാനും അതുപോലെ എല്ലാ കാര്യങ്ങളും സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിക്കുവാനെന്നും പറയുന്നത്. ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ നമുക്കറിയാം പൗലും ശീലാസും അവർ അടിയേറ്റ് ആമത്തിൽ കിടക്കുമ്പോൾ അവർ ദൈവത്തെ അർദ്ധരാത്രിയിൽ ദൈവത്തെ പാടി സ്തുതിച്ച് അവരുടെ ആ പ്രാർത്ഥനയുടെയും സ്തുതിയുടെയും ശക്തി നിമിത്തം നമുക്കറിയാം കാരാഗ്രഹത്തിൽ ഉണ്ടായ മാറ്റം നമുക്കറിയാം. കാരാഗ്രഹത്തിൻ്റെ വാതിലുകളെയും പൊഴഞ്ഞു വീഴുകയും അവിടെ ജയിലർ തന്നെ ക്രിസ്തുവിനെ സ്വീകരിക്കാനും ദൈവത്തെ തിരിച്ചറിയുവാനും ഉണ്ടായ ആ ഒരു കാര്യവും നമുക്കറിയാം. അപ്പോൾ അപ്പോസ്തലൻ നമ്മളോട് നിങ്ങൾ ഭയപ്പെടേണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങളിതെല്ലാം ദൈവത്തോട് പറഞ്ഞാൽ മതിയെന്നോ നിങ്ങൾ വിശ്വാസത്തെ മുറുകെ പിടിക്കാനൊക്കെ പറയുന്നത് മാത്രമല്ല, അദ്ദേഹം പ്രവൃത്തിയിൽ കൂടെ നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ പഠിപ്പിച്ചതായ അപ്പോസ്തലനെ നമ്മളുടെ ജീവിതത്തിൽ അപ്പോസ്തലൻ്റെ പഠിപ്പിക്കലിൽ കൂടി നമുക്ക് ധൈര്യവും ശക്തിയും
വിശ്വാസമുള്ളവരായി നമുക്ക് മാറാം. അങ്ങനെ റോമാലേഖനം 8:28 വാക്യം നമുക്ക് വീണ്ടും അതൊരിക്കൽ കൂടെ വായിച്ചുകൊണ്ട് ഈ വചനം നിർത്തുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്മയായി കൂടി വ്യാപരിക്കട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം വളരെ അനുഗ്രഹപൂർണ്ണമായി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട മക്കളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും വീണ്ടും ഒരു സുദിനം ആശംസിക്കുന്നു. ബൈ ടു ഓൾ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്ലീസ്.